ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മളുടെ യൂറോപ്പ് ടൂർ കഴിഞ്ഞ് വന്നിരിക്കുന്നു മിസ്റ്റർ സുബിനോളജി. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ യൂറോപ്പിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു റിഗ എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ആണ് ലാറ്റ്വിയയിലെ ഉണ്ടോ? റിഗ ഉണ്ട്. അതന്നെ അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ ബ്രോ എന്നാണ് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ബ്രോ ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഓ അത് ഏത് അൽ ഷസാമില്ലേ, ശിവ എന്ന് പറഞ്ഞ ശിവ ബ്രോ. യെസ്, ബ്രോ. ശിവ അവിടെ ജോലി ചെയ്യാണ് ഇപ്പം, പ്ലസ് മാസ്റ്റേഴ്സും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈമിൾട്ടേനിയസ്ലി. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പയ്യന്. പുള്ളി മലപ്പുറംകാരനാണ്. ശിവ ബ്രോ, താങ്ക് യു ഫോർ വാച്ചിങ് അൽ ഷസാം. വെൽക്കം ടു അൽ ഷസാം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമ്മൾ ഇന്ന് നമ്മളുടെ ഫേവറേറ്റ് ഫിഷ് കടയായ ദാനത്തൽ ബഹാർ. എനിക്ക് ഈ കുറച്ച് നല്ല പേരിട്ടുണ്ട്. ദാനത്തൽ ബഹാർ. യെസ്, അവിടത്തെ നല്ല ചമ്മന്തിയും ചോറും ഫിഷും അടിക്കാനായിട്ട് ഞാനും സുബിൻ ഇന്നലെ എത്തിയുള്ളൂ കേട്ടോ. ഇന്നലെ എത്തിയ ഉടനെ ഞാൻ പറഞ്ഞു, സുബിനെ കമാൻ ലെറ്റ്സ് ഗോ. അത് പ്രോട്ടീൻ കൂടി ആയതുകൊണ്ട് ഞാൻ ഇല്ലാന്ന് പറഞ്ഞല്ലോ, ഓൺ ദ സ്പോട്ട്. അടുത്ത 10 days ഞാൻ ഫുൾ പ്രോട്ടീൻ ഡയറ്റിലാണ് നമ്മളെല്ലാരും. ബിക്കോസ് പുള്ളി വേണ്ടല്ലേ ഇപ്പൊ പറയണ്ട, ഒരു സ്റ്റേ ട്യൂൺഡ്. സുബിനോളജിയുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പുതിയ സ്ഥലം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. പുതിയതല്ല, പുള്ളിയുടെ കണ്ണിൽ കൂടെ നിങ്ങൾക്ക് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഫുൾ ഫാമിലി അല്ലേ പോണത്? ഫുൾ ഫാമിലി ആയിട്ടാണ് പോണത്. നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെ മറ്റേ എയർപോർട്ട് പരിപാടിയും വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ പുള്ളിയുടെ മറ്റേ യൂറോപ്പ് ട്രിപ്പിന്റെ സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ടൈം കിട്ടുമ്പോ പോയി കാണുക. പിന്നെ ഇന്ന് നമ്മൾ രാത്രി ഒരു ഡിന്നർ പരിപാടി ഉണ്ട്. അത് എനിക്കും വലിയ പിടിയില്ല, പക്ഷെ അത് എനിക്ക് മാത്രമേ പിടിയുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഞാൻ തീരുമാനിച്ചു. ബിക്കോസ് എനിക്ക് നിങ്ങളുടെ ആ ഒരു അതിന്റെ റിയാക്ഷൻ എനിക്ക് കിട്ടണം. അപ്പൊ നമുക്ക് അത് ഡിന്നറാണ്. സോ അതിന് മുന്നേ നമ്മൾ നേരെ ദാനത്തൽ ബഹാർ യെസ് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. ഫിഷ് അടി. ഓ മാൻ, ഐ മിസ് ദെയർ ഫിഷ്. അത് നമ്മൾ അന്ന് കഴിച്ച സാധനം പോലെ അല്ല ഇത്. ഇതാ ചമ്മന്തി ചോറ്. അതെ, അവർക്ക് ഒരു പാക്കായിട്ട് എല്ലാം അതിന് അവർ കൊടുക്കുന്ന 3 സാധനം അടിപൊളിയാണ്. യെസ്, സോ ദിസ് ഈസ് ഓൾസോ എ ഫുഡ് വ്ലോഗ് ആസ് യൂഷ്വൽ. അപ്പൊ നമുക്ക് മിസ്സായി പോയൊരു സാധനമുണ്ട്. പോർഷയുടെ മറ്റേ ആ സാധനം മിസ്സായി. ഓ 11th കഴിഞ്ഞ മാസം അവസാനമായിരുന്നല്ലോ. 2 ദിവസം ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ പോയി. എനിക്ക് മറ്റേ 3 മടക്കണ സാംസങ്ങിന്റെ ഫോൾഡിന്റെ ഒരു വീഡിയോ. നമുക്ക് ഇതേ നേരം കൊടുക്കാം. ഓക്കെ ഡൺ. അപ്പൊ നമ്മൾ സാംസങ്ങിന്റെ 3 മടക്കണ ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെറും 12,000 ദിർഹമേ ഉള്ളൂ. മേടിക്കേണ്ടവർക്ക് പോയി മേടിക്കാം. 12,000 ദിർഹം. ഏകദേശം 3 ലക്ഷം രൂപ. ഞങ്ങള് മറ്റേ ഇവിടെ പോയിട്ട് ലംബോർഗിനി പോയിട്ട് ചെക്ക് ബുക്ക് കൊടുത്ത പോലെ നമുക്ക് ഒരു ചെക്ക് കൊടുക്കാം. അപ്പൊ വേണ്ടവർക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മേടിക്കാം. അത് ഞാൻ എന്തായാലും മേടിക്കണില്ല. ജസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കണമെന്നുള്ളൂ. ഷോർട്സ് വല്ലതും എടുത്തിട്ട് 10 നാട്ടുകാർക്ക് കാണിക്കും. ഇപ്പൊ ട്രെൻഡിങ് നിൽക്കണോണ്ടേ പൈസക്ക് ഇപ്പൊ ഒരു വിലയില്ലെന്ന്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ഈറ്റ് സം ഫിഷ്. ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു. കണ്ടില്ലേ, ബാക്കിൽ മീൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഈ ഡാൻസ് കളിക്കുന്ന മീനിനെയൊക്കെ ചുട്ട് തിന്നാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് കണ്ടോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ബാക്ക്ഗ്രൗണ്ട് മൊത്തം മീനിന്റെ കാർട്ടൂണാണ്. അങ്ങനെ നമ്മൾ എത്തി. ഇനി നമ്മൾ തട്ടും ഒരു സീബ്രീം, ഒരു സീബാസ് വിത്ത് ദ ചമ്മന്തി ആൻഡ് ദ ചോറ്. ഇവിടെ വന്നാൽ കഴിക്കുന്ന സ്ഥിരം സാധനം കണവ. നല്ല ക്രഞ്ചിയായ കണവ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ കാണുന്ന പോലെ അല്ല, ഇത് കിടിലമാണ്. കിടിലം. റൈറ്റ് ഫ്രൈങ് ടെമ്പറേച്ചർ. ഈ ബട്ടർ ഫ്രൈ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഇങ്ങനെ നിൽക്കൂലല്ലോ. ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ ഫിഷിൻ്റെ മുകളിൽ നിൽക്കും, ഫില്ലയുടെ മുകളിൽ നിൽക്കും. പക്ഷെ ഇപ്പം പ്രോൺസിൻ്റെ മുകളിൽ നിൽക്കൂല, ക്രാബിൻ്റെ മുകളിൽ നിൽക്കൂല, ഇതിൻ്റെ മുകളിൽ നിൽക്കും. ഈ ചട്നി ഉണ്ടല്ലോ, ഈ ചട്നിയാണ് കഥ കൊണ്ടുപോകണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ട്രൈ പ്ലേസ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ വന്നപ്പോൾ ആ ചട്നിയുടെ ലേശം ഉപ്പ് കൂടുതലായിരുന്നു. സെറ്റായി. ഇത് കറക്റ്റാണ്. വന്നു. ശരി, ഞാൻ രാവിലെ തന്നെ വരാം. 12 മണി ഞാൻ വരാം. സീബാസ്.
ചോറ്, വിളിക്കാൻ കണ്ട സമയം. ചമ്മന്തി, സാധനം ഇത് സീബ്രീം, ഇത് സീബാസ്. എങ്ങനെ മനസ്സിലായി പറയൂ? ഇത് ചപ്പാത്തി, ഇത് കുറച്ച് ഇതിന് ഓയിൽ കൂടുതലാണ്. ഇത് കുറച്ച് ലേശം ഡ്രൈ ആണ്. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ബിസ്മില്ല. ബിസ്മില്ലാ. മിസ് ചെയ്തു അല്ലേ? ഞാനും മിസ് ചെയ്തു. ക്വാളിറ്റി ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ വന്ന അതൊന്നുമില്ല. അതെ, ജസ്റ്റ് ഫോർ എ ഹൊറർ. இந்த ചമ്മന്തി മതി മതി മതി. കുറച്ച് മുളക്, എന്നിട്ട് ഈ ചമ്മന്തി ഇങ്ങനെ ഇടത്ത. കുരുമുളക് വേണമെങ്കിൽ മതി കേട്ടോ. ഇതിൽ നിന്നൊരു കഷണം ഇങ്ങനെ ഇങ്ങനെ എടുത്ത ഇതെല്ലാം അങ്ങ് വരച്ച ഇങ്ങനെ കുഴച്ച ഒന്നും പറയാനില്ല. ആ ചമ്മന്തിയും കുഴച്ച് നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ 2 മീനും ഡെഡ് ബോഡി ആയിരിക്കുകയാണ്. അതിന് മെയിൻ ഉത്തരവാദിത്തം ഇതായിരിക്കണം. ഞാനുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഞാൻ പോലെ കറക്റ്റ് സൈസ് മീനും ഇല്ലേ. നമ്മൾ 2 പേരും ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം വലിയ മീനല്ല വന്നത്. ടേസ്റ്റ് കൊണ്ട് തിന്നു പോന്നെ. അത് ശരിയാണ്. അത് ഈ ചട്നിയുടെ ആ ചട്നിയാണ് കഥ കൊണ്ടുപോകണം കേട്ടോ. എന്താണെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ വിട. ഇനി അടുത്തത് നമ്മൾ ചിലപ്പോൾ ദുബായ് മോളായിരിക്കും. നമ്മുടെ നൊമാഡിയൻ നടന്ന് ദയിച്ചിന് നമ്മുടെ നൊമാഡിയൻ ഇവിടെ ദുബായിലുണ്ട്. അപ്പോൾ അവനെയും കൂടെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ദുബായ് മോളിലോട്ട് പോകുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഫുഡ് അടിച്ച് കഴിഞ്ഞ് സുബിനകത്ത് കയറി നമ്മൾ നേരെ ദുബായ് മോളിലോട്ട് ചലിക്കുകയാണ് ഗൈസ്. ഇന്ന് ഡിന്നർ അവിടെയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ മറ്റേ 3 മടങ്ങണ ഫോൺ അത് കാണിച്ചു തരാം ഗൈസ്. അത് കണ്ടു ഗൈസ്. പഴയ ഒരു മസ്റ്റാങ്, ക്ലാസിക് മസ്റ്റാങ്, ജോൺ വിക്ക് മസ്റ്റാങ്. ഓഫ് പൊളി ഗോയ്സ്. ആ പയ്യൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ് ട്രൈഫോൾഡ്. ഇനി കാണിച്ചു തന്നില്ല എന്ന് പറയരുത്. അവൻ നമുക്ക് കൈ തരുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവൻ യൂസ് ചെയ്യണത്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ ഗൈസ്. ഇതാണ് സാധനം. ഇതാണ് സ്പെക്ക്. 200 മെഗാ പിക്സൽ, 10 മെഗാ പിക്സൽ ടെലി, സ്നാപ്ഡ്രാഗൺ 808 Gen 1. പിന്നെ നമുക്ക് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 512 GB, 5600 mAh ബാറ്ററി, 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്, IP49 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ്, ആൻഡ് 3 മടക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ഡിസ്പ്ലേ. ആൻഡ് മേടിക്കേണ്ടവർക്ക് വെറും 12,000 രൂപ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് മറ്റേ ഈ ഡുവൽ ഫോൾഡ് ഉണ്ടല്ലോ, മറ്റേ നമ്മൾ സാധാ ഫോൾഡ് പോലെ നമുക്ക് ഡിസ്പ്ലേ വരില്ല. ഇതടച്ചിട്ട് ഇതടയ്ക്കണം. അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. ഒന്ന് കാണിച്ചു കൊടുക്കൂ മിസ്റ്റർ സുബിനോളജി. അങ്ങനെയല്ല, തിരിച്ച് ആദ്യം മറ്റേത്. കണ്ട, ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കാനേ പറ്റുള്ളൂ. കണ്ട, ഇവിടെ ഫ്രണ്ട് ഡിസ്പ്ലേ. ഇനി ഒന്ന് തുറന്നു കഴിഞ്ഞാൽ കണ്ട, ഇതാണ് സംഭവം. നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ വരില്ല, ഫോൾഡബിൾ പോലെ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റും ഒരു ഫോണും ഒരേ സമയത്ത് കിട്ടുകയാണ്. എന്ത് പറയുന്നു? അടിപൊളി. സത്യം പറഞ്ഞാൽ ടാബ്സിന് ആവശ്യമില്ല. ടാബ് കണ്ട, ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇത് മതി സിനിമ കാണാൻ. സൂപ്പർ പൊളി സാധനം. ഉറങ്ങുമ്പോൾ അപ്പോൾ 12,000 ദിർഹം ഉണ്ടെങ്കിൽ നേരെ വരിക, മേടിക്കുക, കണ്ട വഴി ഓടുക. പിന്നെ ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്താൽ പോലും 300 പീസേ വരുള്ളൂ. അപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, അല്ലാത്തവർക്ക് കിട്ടൂല. 12,000 കയ്യിലുണ്ടെങ്കിലും നടക്കില്ല. ഓൾറെഡി ഷെയ്ഖുമാരെ വീട്ടിലേക്ക് പോയി കാണും. അതുകൊണ്ട് 300 പീസസ് ഒള്ളി ഗൈസ്. മാറിയില്ലാന്ന് എന്തോ സുബിനെ മാറാത്? അവിടെ ഡ്രസ് മാറാറില്ലേ? മലബാർ ഭാഷ ആണെങ്കിൽ മാറരുത്. മാറിയില്ല, ഇവിടുത്തെ ഡ്രസ് ഒന്നും മാറാറില്ല ഗൈസ്. ഒരേ ഡ്രസ് ത്രൂ ഔട്ട്. കട തുടങ്ങി ഒന്നുണ്ട്. ഇത് മറ്റേ സ്മാർട്ട് ഗ്ലാസ്. ഓ, ഇതാണ് ഞാൻ പറഞ്ഞത്. 3K റെസൊല്യൂഷനും സ്റ്റെബിലൈസേഷനും ഉള്ള. ഇത് നൈസ്. ഇതിന്റെ ട്രാൻസ്പാരന്റ് ഉണ്ട്. അത് ഇവിടെ ഒരിടത്തും കാണാനില്ല. പക്ഷെ ദിസ് ഇസ് ആക്ച്വലി പ്രിറ്റി നൈസ്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ മെറ്റാ 1 ഇല്ലേ, അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. വീഡിയോ ഇതാണ് കേട്ടോ, ട്രാൻസ്പാരന്റ്. ഒത്തിരി രസം നോക്കിയാണ് ഇവിടെ മേടിക്കണ. ഇത് ലിമിറ്റഡ് എഡീഷൻ ആണ്. ഇത് പെട്ടെന്ന് തീരും. ഓ നൈസ്, വെരി നൈസ്. ദിസ് ഈസ് ആക്ച്വലി വെരി കൂൾ ഗൈസ്. നോക്കൂ ഗൈസ്, ഇത് ഇത്തിരി ടൈറ്റ് ആണ് കേട്ടോ. ശരിയല്ല, വായി നോക്കാൻ പറ്റില്ല.
Hey, Meta. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്നൊരു ഐബ്രോ വന്നു ഒരു ഫീലിംഗ്. സാധനം കൊള്ളാം. വലിയ ഭയങ്കര വില കൂടുതലാണ്. അത് ലിമിറ്റഡ് എഡിഷനാണ്. പെട്ടെന്ന് തീരും. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. കൊള്ളാം. ഗൈസ് ഇത് നോക്കൂ ഗൈസ്. ലൈറ്റ് നോക്കിയാണ് എന്ത് രസമാണ്. ഇത് എങ്ങനെയാണ് ഇത് ചെയ്ത് വെച്ചേക്കണ? ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒഴുകി അങ്ങനെ പരവതാനി പോലെ ഇതോ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കിടക്കുക. കണ്ടാ എന്ത് രസമാണ്. ഇല്ലേ പള്ളിപ്പെരുന്നാളോ ഇല്ലേ? ആ പക്ഷെ എന്ത് രസം ഇത്, എന്ത് ഭംഗി ഇത്. പിന്നെ നമ്മളൊരു വേറൊരു ലോകത്താണ് കേട്ടാ പോണത്. എന്താണെന്ന് തിരക്കുമില്ല. അതെ നമ്മൾ എങ്ങോട്ടാണ് പോണേന്നേ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. മൊത്തം ഇത്തിരി ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള അതാണ് കട. ഗൈസ് നമ്മൾ പോണ കട പറയൂ. സിനാൻ പുതിയ ടീഷർട്ടാണ്. നീ എപ്പോ നാട്ടിൽ നിന്ന്? സിനാന് വണക്കം. ഇതാ വേൾഡ് റാലി 1996. നീ ജനിച്ച 1996 ആണോ? അല്ലല്ല പറയണ്ട. അതിൽ നിന്ന് 2002. 6 വർഷം പറ. എന്റെ വയസ്സാ. അല്ല ഇത് നമ്മൾ വന്ന സ്ഥലം ഡോർസ്. നമ്മുടെ നിങ്ങൾ ആരും വിശ്വസിക്കാത്ത ഒരു ബ്രാൻഡാണ് ഇത്. ആക്ച്വലി ഒരു ഫോറിൻ ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ആ ഷെഫിന്റെ പേരെന്തായിരുന്നു? ഷെഫ് കമാൽ ഫ്രം ടർക്കി. ഓ ഫുൾ ടർക്കിഷ് cuisine ആണ്? അല്ലല്ല, it's a international cuisine actually. We have multiple dishes. ഡിഷസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ. പക്ഷെ ആരോടും പറയണ്ട, ഇതൊരു മലയാളി ഓണറാണ് ഇവിടെ UAE, നമ്മുടെ സ്വന്തം ബാബു മൂപ്പൻ സാർ. പുള്ളിയുടെയാണ് ഈ കട. അത് മാത്രമല്ല നമ്മൾ ഇന്ന് വന്നത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വീഡിയോ വുഡ് ഫയറിന്റെ ഇവര് കണ്ടു, ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഞങ്ങളെ ക്ഷണിച്ചതാണ്. അതെ, നമ്മളിവിടെ വന്ന് കഴിക്കാൻ വന്നത്. അത് വീണ്ടും വെയിറ്റ് ചെയ്യണം അല്ലേ? ആരും വന്നിട്ടില്ല. നമ്മൾ അവസാനം 3 പേരും കൂടെ കഴിക്കേണ്ടി വരും. എവിടെ എനിക്ക് വയ്യ. എഡിബിൾ ഫ്ലവറാ? ഓ ഗോൾഡ് ഡസ്റ്റ്. മൊത്തം സ്വർണ്ണമയം. ഇനി ബാക്കിയുള്ളവർ വരാറുണ്ട്. സോ അപ്പൊ എന്തായാലും നമ്മൾ വന്ന ഡോർസിലാണ്. ഡോർസ് വെള്ളം വീഴുന്ന ദുബായ് വ്യൂ. ഓ അടിപൊളിയാണ്. ഇത് ഹാൻഡ് ക്രാഫ്റ്റഡോ? ഈ ഫെദർ പോലത്തെ സാധനോ? ഇതിൽ ഓരോ പീസസും ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. എന്താ ഗ്ലാസോ? ഗ്ലാസ് പീസസ് ആണ്. ക്രിസ്റ്റൽ. നൈസ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ആംബിയൻസ് നോക്കിയേ. അടിപൊളി. എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. പക്ഷെ നല്ല രസം. ഇത് കുറച്ചും കൂടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പരിപാടിക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. മനസ്സിലായി. ഫുഡ് ഇന്ന് ഒരുപാട് ഗ്രൂപ്പിന്റെ റൊമാൻറ്റിക് ഡിന്നർ ആണ്. അവിടെയാണ് നമ്മുടെ ഷെഫ് ഫുഡ് ഉണ്ടാക്കുന്നു. നൈസ്. കിച്ചനൊക്കെ കൊള്ളാം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ സാധനങ്ങളുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഓ പൊളി. ഓ ബെന്റ്ലിയുടെ അല്ലേ? ഓ ഇരുന്നാ കുറെ നേരം അവിടെ ഇരിക്കാന്ന് കേട്ടോ ഗൈസ്. വെരി ഗൈസ്. ഒരു കാപ്പി മേടിക്കാൻ ഇവിടെ ഇരിക്കാം. ശരിയായി മൊത്തം കത്തിച്ച് പഠിക്കുന്നു ഗൈസ്. അത് കണ്ടായിരുന്നു അവസാനത്തെ ഊതി അണച്ചത്. വേറെ ലെവലായിരുന്നു ഗൈസ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് ഇരിക്കാൻ പോകുന്നത്. ഇതെന്താ പൂവൊക്കെ ഇട്ടേക്കണ? എന്തോന്ന്? വാലന്റൈൻസ് ഡേയോ? പ്രസിഡൻഷ്യൽ എക്സ്പീരിയൻസ്. അത് പറഞ്ഞില്ല കേട്ടോ. പ്രസിഡൻഷ്യൽ എക്സ്പീരിയൻസ്. എന്തായാലും എനിക്ക് ഈ നാട് ഭരിക്കാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് ഞാനൊരു ദിവസം പ്രസിഡന്റായി ഇന്ന് ഞാൻ ഇവിടെ എൻജോയ് ചെയ്യാൻ പോകും. അതെ, പ്രസിഡന്റുമാർക്ക് കഴിക്കാനായിട്ടുള്ള റോസാപ്പൂ
കണ്ണാടി. എന്റെ പ്രജകളൊക്കെ ഇപ്പൊ വരും. പ്രജകൾ എവിടെ? ഒരു പ്രജ എവിടെ? ഇപ്പൊ വരും. പക്ഷെ വ്യൂ ഉണ്ടോ? പേഴ്സണൽ ബട്ട്ലറാ നമുക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പേഴ്സണൽ ബട്ട്ലർ ഉണ്ട്. പുള്ളിയുടെ പേരെന്താ? In the video and the ads. യുവർ നെയിം? John. ജോൺ. ഹായ് ജോൺ, നൈസ് മീറ്റിംഗ്. എനിക്ക് വയ്യ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് സാധനമാണ് അല്ലേ? അതെ, ഇത് സ്പെഷ്യലി കെയറിംഗ് ആണ്. ദിസ് ഇസ് ബിയോണ്ട് ലക്ഷറി എന്ന് തന്നെ പറയാം. വി ആർ നോട്ട് ഗിവിംഗ് ജസ്റ്റ് ടു എവരിവൺ ഓൾസോ. Only the people who deserve it. ശേ, ബിയോണ്ട് ലക്ഷറി. താങ്ക് യു. ഈ നാട് ഭരിക്കാനുള്ള നിങ്ങൾ അറിഞ്ഞ ഇത് നമുക്ക് ഇത് ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് ഇത് കിട്ടുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞേ, നമ്മൾ ഡിസേർവിംഗ് ആണ്. ഗൈസ്, ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് എന്ത് വേണമെന്നോ? വെരി നൈസ്. ഫിഷ് സ്ഥലം കിട്ടാതാ മൊബൈലില് ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് കിട്ടിയില്ല. അവിടെ സ്ഥലം കിട്ടുമല്ലോ ഒരിക്കലും. നിങ്ങളെ പേര് പറഞ്ഞില്ല? നിഹാൽ ബ്രോയും ഷിജു ബ്രോയാണ്. ആൽവേദാണ് ബ്രോ, മാർക്കറ്റിംഗ് മാനേജർ. എവിടെയാണ് നാട്ടിൽ? മലപ്പുറം. ഓക്കെ, ഇവരാണ് നമുക്ക് ഇവരാണ് പുള്ളി ഇത് ചെയ്തത്. അപ്പം പുള്ളി പറഞ്ഞു നമ്മളെയും കൂടെ കയറ്റണം. അപ്പം നമ്മളും വന്ന്. താങ്ക് യു ഫോർ ദ ഇൻവൈറ്റ്. വെള്ളം വന്നല്ലേ? വന്നിട്ട് വെള്ളം കാണിച്ചിട്ട് പോയാൽ കണ്ടായിരുന്നു. അയ്യോ, അവനെന്താ സ്റ്റില്ല് കൊണ്ടുപോയത്? ഞാൻ സ്പാർക്ലിംഗ് വേണമെന്ന് പറഞ്ഞ ഗൈസ്. അല്ല, നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൗണ്ടൻ കാണാം. മനോഹരമായ ഫൗണ്ടനും മനോഹരമായ വ്യൂവിലും നിങ്ങൾക്ക് ദുബായ് കാണാൻ പറ്റും ഗൈസ്. എന്താണെങ്കിലും ഇത് ഇറ്റ്സ് എ ലക്കി ഡേ, യുനോ. ആഹാ, നല്ല മ്യൂസിക്. താങ്ക് യു ഗൈസ്. മിഷൻ ഇമ്പോസിബിളിൻ്റെ മ്യൂസിക്കാണ് നടക്കണേ കേട്ടോ. ഈ വ്യൂവിൽ നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് ഈ വ്യൂ കണ്ട് പ്രസിഡന്റിനെ പോലെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാം. പ്രസിഡൻഷ്യൽ സ്വീറ്റിലോട്ട് പ്രസിഡന്റ് ബ്രോ. കണ്ടാ നീ ഇത് വ്യൂ ഒക്കെ കണ്ട ബ്രോ? ലുക്ക്, ഐ ആം പ്രസിഡന്റ് ബ്രോ. ഇതാണ് പ്രസിഡന്റ് സുബിനോളജി. വെൽക്കം. യെസ്, ഓക്കേ. മറ്റവൻ ആസ് ഓൾവേസ് ലേറ്റ് തന്നെ. യെസ്, സിറ്റ്. മറ്റവൻ ലേറ്റ് തന്നെ. മറ്റവൻ 25 എടുക്കും. ബ്രോ, നമുക്ക് ഈ പരിപാടിയെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാമോ? ഇതിപ്പോൾ എല്ലാവർക്കും ഇത് വന്നിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൾറെഡി ഇത് പ്രീ ബുക്ക്ഡ് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരേ സമയത്ത് നമുക്ക് കൊടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഒരു സെക്ഷനിൽ ഒരെണ്ണം മാത്രമേ കൊടുക്കൂ. ഞങ്ങൾക്ക് 4 സെക്ഷനാണുള്ളത്. അപ്പോൾ ഒരു സെക്ഷനിൽ ഒരു സമയത്ത് ഒരു പ്രസിഡൻഷ്യൽ ടേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദേ വിൽ ഫീൽ ലൈക്ക് ദേ ആർ ദ പ്രസിഡന്റ്. അതുകൊണ്ട് ഒരു സെക്ഷനിൽ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ദാറ്റ്സ് വൈ നമ്മൾ പറയുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് ദേ വിൽ ഹാവ് പേഴ്സണൽ. ഇല്ല. ഓൺലി ഇത് നോ ദ ക്രൈറ്റീരിയ ഇസ് ഓൺലി മണി. ഇത് എന്താ പറയുക, സ്പെഷ്യൽ പ്രൈസിനാണ് കൊടുക്കണത്. ആ ഒരു പ്രൈസ് കാറ്റഗറി എന്തായാലും ആൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആണെങ്കിൽ ഡയറക്റ്റ് അത് പ്രൈസ് നമ്മൾ പറയില്ല. മനസ്സിലായി, എളുപ്പമല്ല. മനസ്സിലായി. അപ്പം അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഇവരെ ഡോർസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ താഴെ ഇട്ടേക്കാം. അവിടെ പോയി ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടും. യെസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. തൽക്കാലം ഞാൻ ഇന്ന് പ്രസിഡന്റാണ്. പുള്ളിയാണ് പ്രസിഡന്റ്. ബിക്കോസ് പ്രസിഡന്റിന്റെ ശിങ്കിടിയാളാണ് നമ്മൾ. ബൈ ദ വേ, പുള്ളി നമ്മുടെ പേഴ്സണൽ ബട്ട്ലറാണ്. പുള്ളിയുടെ പേരാണ് ജോൺ. കേട്ടോ, ഒരെണ്ണം മതിയേടാ. വൺ മോർ ലെമൺ. ലെമണിന്റെ ടേസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല. വൺ മോർ ലെമൺ. കൊള്ളാല്ലേ? കൊള്ളാം. വൺ ടൈം എക്സ്പീരിയൻസ്. നമുക്ക് മറ്റേ ഇതൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടമൊക്കെ. നമുക്ക് വേറൊന്നും പറയാമെന്നാ വിഴുങ്ങിയാണ്. ഇതിന് വലുതെന്താ പറയാമെന്നാ. ബുർജ് ഖലീഫ എവിടെ? ബുർജ് ഖലീഫിന്റെ ബാക്കിലെ. യാസറേ, ഇനി പോവല്ലേ? കഴിഞ്ഞ വെള്ളം കുടിക്കാൻ പോവാ. എന്നാലും കുഴപ്പമില്ല, പൈസ പെട്രോൾ ആവശ്യമൊന്നുമില്ല. പക്ഷെ നീ വരുന്ന മുമ്പ് നമ്മള് ഫൗണ്ടൻ ഓൾറെഡി കണ്ടു. ഇനിയുണ്ടല്ലോ. എല്ലാം അരമണിക്കൂർ കൂടുമ്പല്ലേ? അരമണിക്കൂർ കൂടുമ്പോഴൂ അല്ലേ? യെസ്, 30 minutes. എവറി 20 minutes. ഔട്ട്ഡോർ വിന്റർ മാർക്കറ്റ്.
with Dubai municipality collab. Thank you so much. Dragon Warrior. Nihal. Thank you for choosing the president table. I have been the honor to welcome you to the evening. അയ്യോ മോനെ ലവ് ലെറ്റർ. Nee, you don't. ഡേയ് സമയത്തിന് എവിടെയെങ്കിലും വാടേ. രേഷ്മ ഞാൻ എന്താക്കാൻ ഇവനോട് ചോദിക്കും, ഞാൻ എന്താക്കാൻ ഇവൻ രേഷ്മ കൊണ്ടുവരുന്ന പറഞ്ഞല്ലേ. യവനല്ലേ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് രേഷ്മ ഫ്രീ ആണ്, നമുക്ക് ഡിന്നർ പ്ലാൻ ചെയ്താലോ അല്ലേ? അതെ. ഏത് എടാ മോനെ സാധനത്തിയ ഏത് ഏത് ഞാൻ കണ്ട് നിന്റെ ഇത് ഏതൊക്കെ ആൾക്കാരെ പൈസ കൊടുത്ത് നീ ഇട്ടേക്കണല്ലേ. നൊമാഡിയൻ തൂക്കി. എടാ പോടാ അവിടെ നിന്ന്. നീ നിന്നെ തീയിടും ഞാൻ മിക്കവാറും. അതന്നെ ത്രാസാണവൻ. ഓ ചുമ്മാ എടാ നാട്ടുകാരെ ഇറക്കി. എവന്റെ മറ്റേ ഞാനും നമ്മൾ മൂന്നുപേരും കൂടെ പോയി. ഏതാ ടർക്കിഷ് വീഡിയോ? അല്ല ടർക്കിഷ് ആയിട്ടില്ല, അതിന് മുന്നേ ഉള്ളത്. നമ്മൾ ബർഗർ കഴിക്കാൻ കൊണ്ടുപോയില്ലേ അവനെ. വുഡ് ഫയർ. അന്ന് നീ വൈറ്റ് ആണ് ഇട്ടെ ടീഷർട്ട്. അതാ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞോളൂ. ഏത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു പയ്യൻ ലാറ്റ് ഞാൻ വീഡിയോ ഇട്ട അന്ന് വീഡിയോ ഇട്ടാണല്ലോ ഗ്രൂപ്പിൽ. ലാറ്റ് ചെയ്യുന്ന കണ്ടിട്ട് യെസ് തുടങ്ങിക്കോ. ഇതെന്താ അത് തുടങ്ങി. ഞാൻ പള്ളിയിൽ പോയി ജുമാക്കി. Yes, thank you. Hi, John. The passion member. You might be wondering what is inside of this. We call it the angelic foam. എന്താ ജെലി Angelic foam. ആഞ്ചലിക്. Contains egg white and passion fruit. എഗ് വൈറ്റും പാഷൻ Passion ഫ്രൂട്ടും fruit as well and lychee. എനിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ. അയ്യവാ പയ്യൻ ജിമ്മിൽ പോകാറുണ്ടോ നോക്കാം. അവരത് പറയല്ലടാ, ഞാൻ സ്റ്റോറി ഇടാനുള്ള പ്രോട്ടീൻ അവിടെ മുട്ടയുടെ വെള്ളയാ. എഗ് വൈറ്റ് ആൻഡ് പാഷൻ ഫ്രൂട്ട്. എഗ് വൈറ്റ് ഇസ് ഗുഡ് പ്രോട്ടീൻ. നല്ല. താങ്ക് യു. എന്താടാ പേടിച്ചൊക്കെ ഇരിക്കുന്നു. So what should we do? We have to drink or we have to eat? Drink and eat. Angelites. ഡ്രിങ്ക് ആൻഡ് ഈറ്റ്. കുടിച്ചോളി. Wow, it's nice. ശരിക്കും ഉണ്ടോ? പാഷൻ ഫ്രൂട്ടിൽ നൊസ്റ്റാൾജിയ അടിക്കുന്നു. പാഷൻ ഫ്രൂട്ടിൽ പഞ്ചസാര പാഷൻ ഫ്രൂട്ടിൽ പഞ്ചസാര. ആക്ച്വലി ഞങ്ങൾക്ക് മുട്ടയുടെ മണമുണ്ട്. ബട്ട് ഇല്ല മണമുണ്ട്. ഫസ്റ്റ് മണം വരും, പക്ഷേ പാഷൻ ഫ്രൂട്ട് കുടിക്കുമ്പോൾ ആ ഫ്ലേവർ ഒന്നും അങ്ങനെയില്ല. അത് ശരി. Done, we are waiting. അവിടെ ഡേ എന്തോടാ നോയിക്കൊണ്ടിരിക്കണ ജിബ്രാങ്കി. എന്താടാ കിടു? എന്ത്? ഓ എനിക്ക് വയ്യ. കൊല ആണാണ്. നീ ആൾക്കാരെ ഇറക്കി. Snowfall. Okay. Made with the finest beans. Top of parmesan. $200 പുറത്തെടുക്കുന്നത്. Bismillah. ഓ വാവ്. ഡേ കഴിച്ചാ? ഓ എങ്ങനെയുണ്ട്? അതിന്റെ അർത്ഥം എന്തായിരിക്കും? സൂപ്പർ. എന്തോ മീറ്റ് ഉണ്ടല്ലോ. പക്ഷെ ഭയങ്കര തണുപ്പ്. എന്റെ പല്ല് മൊത്തം പോയി. ചിക്കൻ സ്നോഫോൾ ഇപ്പം മനസ്സിലായി പേരിട്ട്. പല്ല് പോയി. അപ്പൊ അതന്നെ അതിനാ സ്നോഫോൾ എന്ന് പേരിട്ട്. ആപ്പിൾ അടിപൊളി. എടാ എടാ നല്ല അല്ലടാ ഇതിന് സ്നോഫോൾ പേരിട്ട കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ടേസ്റ്റ് എന്താ വായി വെച്ചോ? പ്രോൺസാ
called beef sushi. ബീഫ് സുഷി Uh-huh. നൈസ് Slowly smoked. Topped with crispy potato and pistachio, avocado, asparagus. പൊട്ടാറ്റോ By the way, this is not just a beef look we are using. It's a premium A9 grade. Wagyu. Exactly. ഓ ഇവിടെ ഒഴിക്കണം പായസോ അയ്യേ പോടാ Sesame dressing. Sesame dressing. അവന് വരെ മനസ്സിലായി നീ വെറും തൊട്ടിയാണെന്ന് മനസ്സിലായി പായസം പോലെ എടാ വായി വെച്ചൂടാ അല്ല, give him first. He knows. He is the main. Boy. Look at his white hair. Flow cut. Elderly person. അല്ല വെറുതെ എനിക്ക് വേണം നീ കഴിച്ചോ നല്ല മനുഷ്യനല്ലടാ നമ്മളെ ഉമ്മായൊക്കെ പോലെ വായി വെച്ചായിരുന്നു ഒന്ന് തുടച്ചും കൂടെ തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ അല്ലേടാ അത് കുഴപ്പമില്ല അവൻ വായി വെച്ചേരും ക്രിസ്പി ബീഫി ക്രിസ്പി ബീഫി താങ്ക് യു ഓ ഇത് പോയാ ആ എടുത്തോ ഉള്ളിട്ട് അങ്ങനെ വെച്ചല്ല. ഗൈസ് അടുത്ത സാധനം വന്നിരിക്കുകയാണ് ബ്രോക്കളിയും പ്രോൺസ് ടെമ്പൂരയും ചേട്ടടേ ആ പാവം ചേട്ടൻ കുറെ നേരമായിട്ട് എന്തിനോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇതും പായസമായിരിക്കും അല്ലടാ കടപ്പുറത്താണ് By the way, this is a dynamite sauce. ആ ഓക്കെ താങ്ക് യു ഡൈനമൈറ്റ് You understanding his language. തള്ള പലയാളേ Mayonnaise, sriracha. Dynamite sauce with sriracha. This is basil sauce. Basil sauce. ബേസിൽ ജോസഫ് Nice. രണ്ടും ടെമ്പൂറാണ് കേട്ടോ They have to know that we are a friendly vegetarian restaurant as well. ഫ്രണ്ട്ലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് Friendly vegetarian restaurant as അത് well. കൊള്ളായിരുന്നു കേട്ടോ As അയ്യോ well. അവളെ വിളിച്ചോണ്ട് വരായിരുന്നു അവൾക്ക് പറ്റിയ കുസീനായിരുന്നു ഒരു വരും കൂടി വരാം. ആ ഇത് നമുക്ക് വന്ന് അടുത്തതിന് പ്രസിഡന്റ് അല്ല, അടുത്തതിന് നമുക്ക് വേറെന്താണ് റൊമാൻറ്റിക് ഡിന്നർ ഉണ്ട്. ഓ വാവ് പ്രോൺസ് തെമ്പൂരി വന്നു തെമ്പൂരി എടാ ഹെൽത്തി കുട്ടാ ഓ വട ടെമ്പൂറ. കൊള്ളാല്ലേ അണ്ണ ഇടണ്ണ ബ്രോക്കളി ഞാനൊന്ന് കഴിച്ചോക്കണ്ട് വാല് മാത്രം വന്നു ഫുഡ് സെറ്റ് നല്ല ഹൈ അസ്ലീൽ ഹേ നല്ല ടെമ്പൂറ. തട്ടണണ്ട മുക്കി അടി തന്നെ ഒമ്പോ ആ വന്നു എൻ്റെ സാധനം മോനെ ഓ മഷ്റൂം എന്ന് പറഞ്ഞാൽ ബ്രോക്കലി ഉണ്ട്. വാവ് മാൻ. അളിയോ മോനെ കിടിലം ബ്രോക്കലി അടിപൊളിയല്ല നോ വേർഡ്സ്. പക്ഷെ നമ്മൾ ഇതേപോലെ പറഞ്ഞില്ലേ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഗോൾഡ് ആണ്. ഗോൾഡ് പൃഥ്വിരാജ് സിനിമ ഗോൾഡ് ഫ്ലേക്ക് ആണ്. അത് പൊട്ടിക്കണം സാധനത്തിന്റെ പേരാണ് ഗോൾഡി അമോഡോ ഗോൾഡ് ഫ്ലേക്ക്. ഗോൾഡ് ഫ്ലേക്കാ വെരി നൈസ്. അത് അരച്ചിട്ട് അതിൻ്റെ അണ്ണന്റെ പേരെന്താ അളിയാ ഫോക്കസ് ഗൈസ് ഫോക്കസ് ഫോക്കസ്. Sol d'amor. Means the son in love with the glass. The son in love with a glass. The son in love with a glass. ഞാനാണ് സൺ. ഓ കോമ്പിനേഷൻ ഓഫ് പാഷൻ ഫ്രൂട്ട് ആൻഡ് പൈനാപ്പിൾ. പാഷൻ ഫ്രൂട്ട് ആൻഡ് പൈനാപ്പിൾ. താങ്ക് യു ഗൈസ്. ഈ റോസാപ്പൂവിൻ്റെ അകത്ത് സ്വർണ്ണമാണ് ഗൈസ്, സ്വർണം. പൈനാപ്പിൾ അല്ലേ? എടാ ഉണ്ട തിന്നടാ. കൊള്ളാം, അടിപൊളി.
കിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിള്ളേന്ന് പറയാൻ പറ്റൂലേ? അത് ഏതാ മേലെ? എനിക്കറിയത്തില്ല, ഇതിനൊന്നും വേർഡ്സ് ഇല്ല സത്യം പറഞ്ഞാൽ പറയുന്നത്. അതെ എടാ അല്ല അത് ഒന്നും പറയാൻ പറ്റില്ല. ഇത് പണ്ടാരം പറഞ്ഞ പോലെ ഇങ്ങനൊരു സാധനം ഒരിക്കലും ഞാൻ കഴിച്ചിട്ടില്ല. ഒരു കാര്യം പറയാം, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. ഒരു സൂപ്പർ ഫെൻഡാബിൾ ഫെൻറ്റാസ്റ്റിക്. വെയിറ്റ് മെയിൻ കോഴ്സ് ഒന്നില്ല. ഇത് മെയിൻ കോഴ്സ് ഇല്ല, ഞാൻ കോഴ്സ് എടുക്കുന്നില്ല, ഞാൻ ഓൾറെഡി MBA പഠിച്ചേക്കുന്നത്. ഗൈസ് കത്തിയും തീയൊക്കെ വന്നിട്ടുണ്ട്. പായസത്തിന്റെ കൗണ്ടർ ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ പായസത്തിന്റെ കൗണ്ടർ ഇഷ്ടപ്പെട്ടില്ല? വാളൊക്കെ കൊണ്ടുവന്നു. എന്തെങ്കിലും കൗണ്ടർ അടിച്ചാ 2 വാള്, ഒന്നൊന്നും അല്ല, വെട്ടി പിരുത്തും. എന്താടാ ചാർക്കോൾ സ്കാവിയർ? എന്താ മീന്റെ മുട്ട? അത് വേറെ, ഇത് വേറെ. അല്ല അത് നമുക്ക് അറിയില്ല. പുള്ളി പറഞ്ഞ് അവിടേക്ക് മീൻ മുട്ടയല്ല, മീനിന്റെ മുട്ടയാണ്. ഇത് വേറെ. എന്ന് പറയുമ്പോ ചാർക്കോളിന്റെ മുട്ടേ. What is charcoal caviar? It's caviar, fish egg itself. അങ്ങനെ പറയും. Activated ones. Activated charcoal caviar. It's not fish. മറ്റേ നമ്മൾ പല്ല് തേക്കാൻ യൂസ് ചെയ്യണം ആക്ടിവേറ്റഡ് ചാർക്കോൾ. അതല്ലേ? അതന്നെ അല്ലേ? പക്ഷെ അതെങ്ങനെ ഇതിങ്ങനെ ഉണ്ടാക്കും? അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ ചെയ്യുന്നത്. മറ്റൊരു ഒന്നും മനസ്സിലായിട്ടില്ല. സിനാന് ഫുഡ് കഴിച്ചല്ലോ അല്ലേ? ഫുഡ് കഴിക്കണുണ്ടല്ലേ? ഇല്ലെന്ന് പറയരുത്, കമന്റ് ബോക്സ് തന്നെ വരും. ഏത് ഇല്ലല്ല, ഇത് കോപ്പി റൈറ്റ്. പ്രൈസ് എങ്ങനെ ഉണ്ടോ? പ്രൈസ് പോലെ ഉണ്ടെന്ന് മാത്രം പറയരുത്. ഗൈസ് അങ്ങനെ നമ്മളുടെ ബീഫ് ബർഗറും Premium ribeye steak. പ്രീമിയം റിബ് സ്റ്റേക്ക്. It's a Wagyu steak. 9 plus A9. Yes. A9. And this is a sirloin steak. This steak, sir, you're not gonna need any sauce for that. This is US prime. Strip loin is Sirloin steak. no, it's Wagyu again or Yes, exactly. ആ പാട്ടൊന്ന് കുറയ്ക്കാൻ. ഞാൻ പേടിച്ചില്ല കേട്ടോ, ഞാൻ പേടിച്ചു കേട്ടോ. ഞാനും പേടിച്ചു. അല്ലാത്ത അടിയായിരുന്നു. ഗ്യാസ് വരെ വേണടാ. ഞാൻ പണ്ട് വീരപാണ്ടി കോട്ടയിലെ മിന്നലടിക്കും മേളയിൽ എവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. വെട്ടി എനിക്കിടെ വരണ അതൊക്കെ ചേച്ചി കൊടുക്കണം. For me? Yes, sir. Thank you. കത്തിയാണ് വായ വെച്ചെടുക്കണേ. വയയുടെ ഓൾറെഡി പ്രശ്നത്തിലില്ല. അപ്പം റിമാറ്റ് ചെയ്തേക്കുള്ളൂ, സെറ്റ് ചെയ്തോളൂ. അടിപൊളിയാ? ബെസ്റ്റ് ടേക്കാ? അടിപൊളി. ബെസ്റ്റ് ടേക്കാ? ഞാൻ കഴിച്ചത് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ്. മറ്റേത് ഔട്ട് കഴിഞ്ഞ അത് പോയി. പോയാ? അത് പോയി. കൊതിയ അതെ, സോൾട്ട് ബാൻഡ് ആളിയേ. എടാ ഇതിന് കരിക്കൂലേ എടേ? എടാ എന്നാ പ്രസന്റേഷൻ ആടാ. കമണ്ട. Oh, that is so good. വെരി സോഫ്റ്റ്. കത്തിടിക്കില്ല. കത്തി അടിച്ചാ വാ പൊള്ളും കേട്ടാ. ഉറങ്ങിക്കോ. This steak has been a hallmark for over 20 years since in China. By the way, we have 2 brands in China, which is in Beijing and Shenzhen. ഓ, ചൈനയിലും ബ്രാഞ്ച് ഉണ്ടല്ലേ? 300 Celsius degree. അടിപൊളി ടേബിളില്ലേ? എന്റെ മോനെ ഇതൊക്കെ എന്തോ ആടെ ഇതൊക്കെ. മറ്റേ ഒന്നും പറ. ഇതാരെല്ലാണോ എന്താ Butter പഠിച്ചത്? saturated with orange and lemon. ഞാൻ പറഞ്ഞു ഞാൻ മറ്റേ പൗഡറില്ല. കുണ്ടി പോലെ ഉണ്ടല്ലേ ഡേ? എല്ലൊരു കുണ്ടി പോലെ ഇല്ലേ? അല്ലേ? Here's a premium A9 grade again, tenderloin cuts. Oh, See the marble nice. in it? മാർബിളാ, ഗ്രാനൈറ്റ് പോലെ ഉണ്ട്. ഓ, ഇവിടെ വെച്ച് പൊരിക്കുകയാണല്ലേ? 300 ഡിഗ്രിയിലാണ് അതുള്ളതെന്ന് പറഞ്ഞല്ലോ അവൻ.
റാണിക്ക് ബീഫ് കൊണ്ട് ഇല്ലടാ പെട്ടെന്നാവും. ഇവിടെ കഴിച്ച ഫുഡുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒന്നിനൊന്ന് മെച്ചം. ഓ ഇവങ്ങിട്ട് കരിച്ച് കൊല്ലിയാണല്ലോ ഇവിടെ തന്നെ. ഇവിടെ പൊരിച്ചതിന് ഇങ്ങനെ മണ്ടേ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. അപ്പോൾ ആ സാധനമൊക്കെ ഉരുങ്ങി താഴങ്ങ് പോവല്ലേ. ഇത് സുബിനോളജി പറഞ്ഞില്ലല്ലോ ഇത് റെസ്റ്റ് ചെയ്യുന്നത്. നീ കത്തിക്കൂ വെസ്റ്റേൺ. അളിയാ ഓ മോനെ കുറച്ച് ഓറഞ്ച് ഇതൊക്കെയാണ് എടാ ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ പ്രസന്റേഷൻ എടാ. ഇതൊക്കെ സ്ലോ മോഷനല്ല സ്ലോ മോഷൻ. ഓ എന്തുപറ്റി? താങ്ക് യു. എന്താ പറഞ്ഞ ഹാബിറ്റ് മീഡിയം എന്നാണ് അവൻ പറയുന്നത്. ഇത് മീഡിയം ഇതാണല്ലേ മീഡിയം റയർ. വല്ല നടക്കൂടെ എടാ നീ ആ കറി മാറ്റിയിട്ട് മറ്റേ കഴിയും. ഇറച്ചിക്കറി മാറ്റി. ഇതും 9. എന്താ സോഫ്റ്റ്. എന്ത് പറയാനാ, സ്പൂണിന്റെ ആവശ്യമേ വേണ്ട, അങ്ങനത്തെ സോഫ്റ്റ് ആണ്. എടോ ഒരു ഷോട്ട്. നോ യു കെൻ ഡു ഐ നീഡ് ദാറ്റ് ഷോട്ട്. ബീഫാടാ സൂപ്പർ ബീഫ് പെപ്പറും മാത്രം. വേണമെങ്കിൽ ഭംഗിക്ക് സെസമി സീഡ്സ്. അവസാനത്തെ മെയിൻ കോഴ്സ് അവസാനത്തെ അല്ലേ ഇത് അല്ലേ? തോന്നുന്നു പ്രസിഡന്റ് ആയി പോയില്ലേ. ഗൈസ് അവസാനത്തെ ഐറ്റമായ സാൽമൺ വന്നിരിക്കുകയാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല തറവാടിയായ സാൽമണാണ് ഇത്. പിന്നെ ഒമേഗ 3 ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാം. എപ്പടി സാൽമൺ അത്രേ ഉള്ളൂ. സാൽമൺ ഇതിനോട്ട് ഇടമാമേ എടമാമെന്നാ അവൻ പറഞ്ഞ. ഇത് ഇടമാമേ ഉണക്കിയതോ? ഇറ്റ്സ് പിക്കിൾഡ്, ഐ തിങ്ക് പിക്കിൾഡ് എടമാമ. ഓ നാരങ്ങ ഒഴിക്കണമെന്നടാ. നാരങ്ങ പിഴിയണമായിരുന്നടാ അതില്. ഓ ഞാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന് ആ വരുന്നില്ലല്ലോ. എന്നാ ആ നാരങ്ങ വേണമായിരുന്നു. എന്താ ടേസ്റ്റ്. കത്തി എരിഞ്ഞല്ലോ ഒരു നിമിഷം കൊണ്ടല്ലോ. കുലുക്കി സർബത്താണത്. ഓ അളയാ കുലുക്കി സർബത്ത്. ഗോൾഡൻ ഫ്ലെക്സ് കൊള്ളാം കേട്ടാ. നോർമലി ഓ സ്മെല്ലാണോ? അത്ര ഇരുന്ന നല്ല പൊളിച്ച മണം. ഓ എന്ത് എല്ലാത്തിനും വെരി ഫ്രൂട്ടി, ബെറി മണണ്ട് നിങ്ങൾക്ക് മണമില്ലേ? ഒരു അതെന്നിട്ട് നാരങ്ങ പിഴിഞ്ഞടിക്കും. ഞാൻ നാരങ്ങ പിഴിഞ്ഞില്ല. ഗൈസ് ഞാൻ ഈ ഇരിക്കുന്ന സീറ്റില്ലേ അതവർ കസ്റ്റം മെയ്ഡ് ചെയ്തതാണ്. ബെന്റ്ലിയുടെ സീറ്റാണ്. അതായത് ദിസ് ഈസ് ഡിസൈൻഡ് ഫോർ ലോങ് ടൈം സിറ്റിംഗ്. എന്താ സുഖമെന്നറിയോ? എന്താ സുഖം. ആഹാ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല? ഞാനിവിടെ ഇതിലല്ലേ ഉള്ളത്. ആ സൂപ്പർല്ലേ, അടിപൊളി അടിപൊളി. ഇപ്പോഴാ ഇല്ലേ ഇതിലാ സീറ്റ്. നല്ല സസ്പെൻഷൻ. ഓ വേറെ ക്ലാസ് ഉണ്ടോ? നന്നായില്ലോ ഞങ്ങള് റൂഫ്സ ടേസ്റ്റ് ഉണ്ട്. റൂഫ്സയുടെ മണം സൂപ്പർ സാധനം. ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.
ആ പിന്നെ എനിക്കിത് ഇതൊരു ഒഴി ഒന്നും നോക്കണ്ട, ഇത് ഐസിലാണ് അടിക്കേണ്ടത് കേട്ടാ. ഗേൾസ് ഫസ്റ്റ്. നമ്മൾ നേരത്തെ കുടിച്ച സാധനം തന്നെ ജസ്റ്റ് ഗ്ലാസ്സിൽ വെച്ച് തന്നെ പഞ്ചാബി ഡാൻസ് ഫ്യൂഷൻ ചെയ്തേ. അവർക്ക് എന്റർടൈൻമെന്റ് ആയത്. വെരി നൈസ് ഡാൻസ്. കോപ്പിറൈറ്റ് ആണ് കുട്ടാ, ഹാപ്പി കുട്ടാ. കോപ്പിറൈറ്റാ, ഒന്നും കാര്യമില്ല. മോനെ ടെൻഷൻ അടിപ്പിക്കില്ലേ? അതെ. ഓ യാ, വെൽക്കം ടു ഡോർസ്. വാതിലൊന്നും കാണുന്നില്ല. ഓ മൈ ഗോഡ്. ഇത് കഴിച്ചിട്ട് ആ ഡോർ വഴി എല്ലാത്തിലും സ്വർണ്ണമാടാ. തൂണിലും തുരുമ്പിലും ദൈവം എന്ന് പറയുന്നത് തൂണിലും തുരുമ്പിലും സ്വർണ്ണം. അറ്റാക്ക്. ആ ഓക്കെ, അറ്റാക്ക്. അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ. സമ്മ മനസ്സിലായി, സേർവായിട്ട് കാര്യമില്ല, ഇവന്മാര് വിഷയമാണ്. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ടാ? വെരി വെരി വെരി. മറ്റേ നാട്ടിലെ ഓക്കെ ഓക്കെ. സോ ആഫ്റ്റർ ഫുഡ് യാ. ഓ ഇത് തല്ലിപ്പൊട്ടിക്കണോ? ഓ നൈസ്. അറ്റാക്ക്, അറ്റാക്ക്. പക്ഷെ കിടിലെ പാട്ട് കേട്ടാ. എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഹാപ്പി ബർത്ത്ഡേ കേട്ടില്ല. കിടിലെ ഹാപ്പി ബർത്ത്ഡേ പാട്ട്. അടിപൊളി. ഈ സ്റ്റെപ്പല്ല വേറെന്തെങ്കിലും കൈവച്ചല്ലാതെ. ഗൈസ്, നിങ്ങൾ ഡോർസിൽ വരികയാണെങ്കിൽ ഇത് പൊളിയാണ്. അണ്ണാ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഒന്നും പറയല്ല. എനിക്ക് സത്യം പറഞ്ഞ വാക്കുകൾ ഇല്ല ഇതിനെ വിവരിക്കാനും പറയാനും. ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോ. എക്സ്പീരിയൻസ് ചെയ്തോ ഫുഡും ഈ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. മൊത്തത്തിലൊരു എക്സ്പീരിയൻസ്, ഡൈനിങ് എക്സ്പീരിയൻസ്, ബോത്ത് എക്സ്പീരിയൻസ്. ഏത് സിനിമയുടെ റിവ്യൂ ആണോ? അല്ല, ഈ ഡോർസിന്റെ ഡോർ നല്ല ഡോറാണ്, നല്ല നല്ല പല വെച്ച് ഉണ്ടാക്കിയ ഡോറാണ്. പക്ഷേ നല്ല കൊല്ലി ഞാൻ ഫുഡ് ഡോറില്ലല്ലോ. അതന്നെ ആ ഡോറാടെ മുകളിലുള്ളത്. ആ ഡോർസാടെ മുകളിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഡോറില്ല, ഡോറില്ലാത്തൊരു ഡോറാണ്. ആ ഡോർസാടെ അവിടെ എടുത്ത്. നല്ല ഫുഡായിരുന്നു, ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഈ ഒരു എക്സ്പീരിയൻസ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെ വരണം? ഡോർസിൽ വരണം. പക്ഷേ ഇത് വൺ ടൈം ലൈഫിൽ ഒരു വട്ടം ട്രൈ ചെയ്യണം. ഒരു വട്ടം ട്രൈ ചെയ്യണം നിങ്ങൾ. ഇത് മലയാളം ഇല്ല, നോക്കടാ, ആരാ നോക്കടാ. ആരുടെ? എന്റെ അല്ല. നിപ്പോൺ ടൊയോട്ട. ബാബു മൂപ്പൻ. ഇല്ല, ഞാൻ ഇതൊരു മലയാളിയുടെ ആയതുകൊണ്ട് ഞാൻ സ്വയം അഭിമാനിക്കുന്നു. വെള്ളം മുടിയാടാ ഇതെന്തടാ. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി വേറെ ഒന്നിലും നമ്മൾ എല്ലാവരും വീട്ടിൽ പോകണം അല്ലേ? ഓൾ ഗോയിങ് ഹോം. അണ്ണാ വീട്ടിൽ പോയല്ലേ? ഒരു ബൈ. പിന്നല്ലാതെ മതി. റാനിയ ബൈ പറ. ഡേടാ ബൈ പറടാ. യെസ്. അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ബൈ ബൈ.